ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നാം ഇവിടെ ആരെയെല്ലാം വളരെ കാര്യമായി കരുതുന്നുവോ അവരാരും തന്നെ നമുക്ക് രക്ഷയ്ക്കെത്തിയെന്നു വരില്ല. ആര് നമുക്ക് സഹായത്തിനില്ല എന്ന് കരുതുന്നുവോ അവരായിരിക്കും ചിലപ്പോൾ നമ്മെ സഹായിക്കുന്നത്. അതിനാൽ അങ്ങനെയുള്ള കണക്കുകൂട്ടലുകളിൽ ഒരർത്ഥവുമില്ല. നാം ഇന്ന വ്യക്തി സംരക്ഷിക്കും, അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നെ നോക്കും എന്നെല്ലാം നമ്മൾ കണക്കാക്കിയാൽ മക്കൾ നമ്മെ തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല. സ്വജനങ്ങളുപേക്ഷിക്കും, കൂട്ടുകാരും അകന്നിടും, ഭാര്യയും ദൂരെ മാറിയിടും, മക്കൾ പോലും വെറുത്തിടും. ഇങ്ങനെയുള്ള ഒരവസ്ഥയും നമുക്ക് വരാം. അതിനാൽ നമ്മൾ ഇതിനെയൊന്നും അല്ല സമാശ്രയിക്കേണ്ടത്. ഇതിനെയൊക്കെ നമ്മെ ആശ്രയിക്കുന്ന വ്യക്തികളെ, നാം സംരക്ഷിക്കാമെന്ന് വാക്കുകൊടുത്ത വ്യക്തികളെ നാം സംരക്ഷിക്കുക തന്നെ വേണം. കാരണം അത് നമ്മുടെ കടമയാണ്, അത് നമ്മുടെ സ്വധർമ്മമാണ്. എന്നാൽ ഇവരാരും തന്നെ എനിക്ക് സഹായകമല്ല എന്ന ബോധം ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. അല്ലെങ്കിൽ അവരൊക്കെ എന്നെ രക്ഷിക്കും, അവരെ ഞാൻ ഇതുവരെ രക്ഷിച്ചുവല്ലോ എന്ന് കരുതിയാൽ നാം നിരാശപ്പെടേണ്ടി വരും. ഒരു പുത്രനെ അച്ഛൻ വളരെ കാര്യമായി വളർത്തി കരാട്ടെ പഠിപ്പിച്ചു, ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യത നേടി. അവന് ദൂർത്തടിക്കാൻ ഇഷ്ടം പോലെ പണം ആവശ്യപ്പെട്ടു. അവസാനം ഇത് നശിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയ പിതാവ് കൊടുക്കാതെയാണ് മാതാവിനോട് കയർക്കാൻ തുടങ്ങി. ഒരു ദിവസം പിതാവ് ഒറ്റയ്ക്ക് പുറത്ത് പൂമുഖത്തിരിക്കുന്ന സമയത്ത് ആരും കാണാതെ ഈ മകൻ വന്ന് ആ അച്ഛൻ്റെ മൂക്കിനും മുഖത്തും കൈകൊണ്ടും കാലുകൊണ്ടും ഇടിച്ച് മൂക്കിൽ നിന്ന് ചോര വന്ന് അബോധാവസ്ഥയിലായി ആ അച്ഛൻ മരണപ്പെട്ടു. ഒന്നാലോചിച്ച് നോക്കൂ. വാർദ്ധക്യത്തിൽ ആ മകനെ ഒക്കത്തിരുത്തി അല്ലെങ്കിൽ കൈപിടിച്ച് വിദ്യാലയത്തിൽ കൊണ്ടുപോയി അതിന് ഫീസ് കൊടുത്ത് പഠിപ്പിച്ച ആ പിതാവ് അദ്ദേഹത്തിന് അവശത വന്ന സമയത്ത് വയ്യാതെ താങ്ങേണ്ട കൈകൾ അടിച്ചതിനെ കൊല്ലുകയാണ് ചെയ്തത്. ഇങ്ങനെ ലോകത്തിൽ എത്രയെത്ര സംഭവങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് നാം ആരെയും പ്രതീക്ഷിക്കരുത്. അവരെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നത് നമ്മുടെ ഒരു കടമ മാത്രമാണ്. കടമ നിർവഹിച്ചാൽ മാത്രം മതി, മറ്റതിൽ നിന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നാണ്. അതാണ് സ്വജനങ്ങൾ ഉപേക്ഷിക്കും, കൂട്ടുകാരും അകന്നിടും. കൂട്ടുകാരൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോയി എന്ന് വരാം. സ്വന്തം ജനങ്ങൾ ഉപേക്ഷിക്കും, ഭാര്യയും ദൂരെ മാറിയിടും. നമുക്ക് ഒരു പരിഹരിക്കാൻ കഴിയാത്ത ഒരു രോഗം വന്നാൽ ചിലപ്പോൾ ഭാര്യ വിട്ടുനിന്നു എന്ന് വരാം. മക്കൾ പോലും വെറുത്തിടും. മക്കളും ചിലപ്പോൾ നമ്മെ ഉപേക്ഷിക്കാം. അതിനാണ് വൃദ്ധസദനം ഇന്ന് പലരും ഉപയോഗിക്കുന്നത്. വയസ്സായി കഴിയുമ്പോൾ അവർ പറയുന്നതോ ചെയ്യുന്നതോ ഒന്നും ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ വേഗം അവർ, മകനാണെങ്കിൽ അവൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടി ഇത് അന്യ അച്ഛനും അമ്മയുമാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ അച്ഛൻ പഠിപ്പിച്ചു വിടണം, ഞങ്ങളല്ല ഇനി നിൻ്റെ അച്ഛനും അമ്മയായിരിക്കുന്നത്, നിൻ്റെ സർവസ്വമായിരിക്കുന്നത് നിൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുമാണ് ഇനി നിൻ്റെ അച്ഛനും അമ്മയും. ഞങ്ങളെ അല്ല നീ സംരക്ഷിക്കേണ്ടത്, അവരെയാണ്. അതുകൊണ്ട് മകളെ, നീ അവരെ സ്വന്തം അച്ഛനെപ്പോലെയും അമ്മയെപ്പോലെയും കണ്ട് പരിചരിക്കൂ. നിൻ്റെ ഭർത്താവ് നിനക്ക് ഈശ്വര സമാനമായി കാണൂ എന്നാണ് ഒരു പെറ്റമ്മ ഒരു മകൾക്ക് ഉപദേശം കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നതിന് പകരം പല അമ്മമാരും, പരിഷ്കാരികളായിട്ടുള്ള ഇന്നത്തെ അമ്മമാരെന്താ പറയുക, എൻ്റെ മോളെ നീ അവിടെ ചെന്നിട്ട് നിനക്ക് പറ്റിയില്ല വിചാരിച്ചാൽ നീ ഇങ്ങോട്ട് പോന്നോ എന്ന് മക്കളോട് പറഞ്ഞാൽ ആ മക്കൾ എങ്ങനെയാണ് നന്നാവുക? അതിനാൽ നല്ല ശീലങ്ങൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ മാത്രമേ മക്കൾക്കും ആ ശീലങ്ങൾ പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. സംസ്കാരസമ്പന്നരായ മാതാപിതാക്കൾക്ക് മാത്രമേ സംസ്കാരസമ്പന്നരായ
മക്കളുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പറഞ്ഞതുപോലെയായിരിക്കും. എങ്ങനെ? സ്വജനങ്ങൾ ഉപേക്ഷിക്കും, കൂട്ടുകാരും അകന്നിടും, ഭാര്യയും ദൂരെ മാറിയിടും, മക്കൾ പോലും വെറുത്തിടും. കൂട്ടുകാരകന്നു പോകും എന്ന് പറഞ്ഞ എല്ലാ കൂട്ടുകാരും ഇതിന് ബാധകമല്ല. സ്വന്തം ജീവൻ പോലും കൊടുത്ത കൂട്ടുകാരുണ്ട്. തൻ്റെ ഉറ്റ സുഹൃത്ത്, അങ്ങനെ 2 സുഹൃത്തുക്കളെ എനിക്ക് പരിചയമുണ്ട്. അവർ ഒന്നിച്ചേ നടക്കൂ, ഒന്നിച്ച് പഠിക്കുകയും ഒന്നിച്ചിറങ്ങുകയും ചെയ്യുന്ന വിട്ടുപിരിയാൻ കഴിയാത്ത ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെയിരിക്കെ അതിലൊരു കുട്ടിക്ക് കിഡ്നിക്ക് തകരാറ് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ആ സുഹൃത്ത് ആയിരിക്കുന്ന കുട്ടി കൂടെ നിന്ന് പരിചരിച്ചു. മറ്റേ കുട്ടിയുടെ, രോഗിയായ കുട്ടിയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഉണ്ടായിട്ടും അവരെ സഹായിക്കാൻ ആശുപത്രിയിൽ ഈ സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. അവസാനം രോഗിയായ കുട്ടി മരണത്തിന് വിധേയമായി. ദുഃഖം സഹിക്കവയ്യാതെ 2-3 മാസം ആ സുഹൃത്തായ കുട്ടി ജീവിക്കുകയും പിന്നീട് അവൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അത്തരം വിട്ടുപിരിയാൻ കഴിയാത്ത സ്നേഹമുള്ള സുഹൃത്തുക്കളും ഉണ്ടാകും. അതേസമയത്ത് തനിക്കൊരാപത്ത് വന്നാൽ മറ്റുള്ളവരൊക്കെ അകന്നകന്നു പോകും. അങ്ങനെയുള്ളവരാണ് 99%. എന്തു വന്നാലും തൻ്റെ ആപത്തിലും തന്നോടൊപ്പം നിൽക്കുന്ന സുഹൃത്തുക്കൾ 1% കണ്ടേക്കാം. അതാണ് ഇവിടെ നാം ഒന്നിനെയും പ്രതീക്ഷിക്കരുത്. നമുക്ക് ഒരു ഉറ്റ സുഹൃത്തും നമ്മോടൊപ്പമില്ല. നമ്മോടൊപ്പമുള്ള ഉറ്റ സുഹൃത്ത് ഈശ്വരൻ മാത്രമാണ്. ആ സർവേശ്വരനെ വിട്ട് മറ്റെന്തിനെ ആശ്രയിച്ചാലും നാം ഇവിടെ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈശ്വരനെ മാത്രം നമ്മൾ ആശ്രയിക്കുകയും ബാക്കിയൊക്കെ നമ്മൾ ബാഹ്യമായ കടമകളായി നിർവഹിക്കുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ ഈശ്വരൻ എപ്പോഴും ഇവിടെ ജീവിക്കുമ്പോഴും നാം മരണത്തിന് വിധേയമാകുമ്പോഴും സർവേശ്വരൻ നമ്മോടൊപ്പമുണ്ട്. ആ പ്രസന്നത നമുക്കുണ്ടാവണമെങ്കിൽ നല്ല കാലത്ത് ആ ചിന്താധാര നമ്മളിൽ വളർത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ അന്ത്യകാലം നമുക്ക് ശോഭനമായി തീരുകയുള്ളൂ. അതാണ് സ്വജനങ്ങൾ ഉപേക്ഷിക്കും, കൂട്ടുകാരും അകന്നിടും, ഭാര്യയും ദൂരെ മാറിയിടും, മക്കൾ പോലും വെറുത്തിടും. ഇവിടെ ഭാര്യ ദൂരെ മാറും എന്ന് പറയുമ്പോൾ ഭർത്താവും അങ്ങനെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ ആകുമ്പോൾ ഭർത്താവ് വേറെ വിവാഹം ചെയ്യുന്നതും ഈ ഭാര്യയെ ഉപേക്ഷിച്ചു പോകുന്ന എത്രയോ ചരിത്രങ്ങളുണ്ട്. മറിച്ചും നാം മനസ്സിലാക്കണം. എന്നാൽ നല്ല കാലത്ത് ഭാര്യ എന്നെ പരിചരിച്ചു, ഇപ്പോൾ അവരെ പരിചരിക്കേണ്ടത് എൻ്റെ ധർമ്മമാണെന്ന് ബോധിച്ച് ഭാര്യയെ സംരക്ഷിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അതുപോലെ ഭാര്യയും ഭർത്താവിന് സുഖമില്ലാതാകുന്ന സമയത്ത് എന്നെ ഇതുവരെ സംരക്ഷണവും സ്നേഹവും തന്ന് നിലനിർത്തിയ അദ്ദേഹത്തിന് അസുഖം വരുമ്പോൾ അദ്ദേഹത്തെ പരിചരിക്കേണ്ടത് എൻ്റെ ധർമ്മമാണെന്ന് കരുതി ആ ഭർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്ന ഭാര്യമാരും ഉണ്ട്. അങ്ങനെ നമ്മൾ ആയിത്തീരണം. മറിച്ചുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെയും ആകാമെന്ന്. അതാണ് സ്വജനങ്ങൾ ഉപേക്ഷിക്കും, കൂട്ടുകാരും അകന്നിടും, ഭാര്യയും ദൂരെ മാറിയിടും, മക്കൾ പോലും വെറുത്തിടും.